Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ബ്രെഡ് ആണ്. ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഓവൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സോഫ്റ്റ് ബ്രെഡ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് എല്ലാം നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അത്രയധികം ഇളക്കേണ്ട ആവശ്യമില്ല. പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ കുറേശ്ശെയായി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കൈകൊണ്ട് കുഴയ്ക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പതുക്കാൻ ഇളക്കല്ല, നല്ലതുപോലെ അത് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു പാലിൻ്റെ മിക്സായിട്ട് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. കാരണം ഈസ്റ്റിൻ്റെ മിക്സ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഒന്നുകൂടി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വീണ്ടും നമ്മൾ ബട്ടർ ഒഴിച്ചതിന് ശേഷം വീണ്ടും കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ കണ്ടോ, നല്ല രസമായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടത് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം, ഈ മാവിൻ്റെ ഈ ഒരു ബൗള്. അപ്പോൾ ക്ലീൻ റാപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു നനഞ്ഞ തുണി ഈ ഒരു പാത്രത്തിന് മുകളിലിട്ടിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ചാലും മതി. ഞാനിപ്പോൾ ക്ലീൻ റാപ്പ് കൊണ്ടാണ് അത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ചിലയിടത്ത് ചിലപ്പോൾ ചൂടൊക്കെ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇത് നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കൂടി വരുന്നത് വരെ, നന്നായി ഡബിളായി വരുന്നത് വരെ നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 1 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് ഇത് ഫെർമെൻ്റായിട്ട് വന്നു. അപ്പോൾ ചില സ്ഥലത്ത് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറും കൂടി വെക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വെക്കുക. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് വെച്ചേക്കാളും നന്നായിട്ട് ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്ലീൻ റാപ്പ് പതുക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വീണ്ടും ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് അത് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്ന വിധം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളതെങ്കിൽ ആ പാത്രത്തിൽ നമുക്ക് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഷേപ്പിലുള്ള പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കൈ കൊണ്ടൊന്നും തൊട്ടിട്ടൊന്നുമില്ല, കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടൊന്നുമില്ല. നേരെ നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മാവ്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടുമല്ലോ, ഒത്തിരി ലൂസല്ല എന്നാൽ ഒത്തിരി കട്ടിയല്ല, ആ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്.
ഇനി നമ്മൾ ബ്രെഡ് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അതിൽ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കയ്യിലിൻ്റെ ബാക്കിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് നമുക്ക് അത് ഒപ്പാക്കി കൊടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ നന്നായിട്ട് ബ്രെഡിൻ്റെ മാവ് അതിൽ നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിരുന്നിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് വീർത്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് 30 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബ്രെഡിൻ്റെ ആ ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് മാവ് കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു. ആ ഭാഗം കുറച്ചും കൂടി ഒന്ന് വീർത്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒപ്പമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയും അതുപോലെ ബട്ടറും ചേർത്തിട്ടുള്ള മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഗ്ലേസിങ് കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കടായിലാണ് ഞാൻ ഈ ട്രേ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ഈ ട്രേ ഇറക്കി വെക്കാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒരു കടായിലോ അല്ലെങ്കിൽ കുക്കറിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡ് കുറച്ച് ബാറ്റർ പൊങ്ങി നിന്നതുകൊണ്ട് തന്നെ സൈഡിലോട്ട് കുറച്ചിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ട് ആറുന്നതിന് മുമ്പേ തന്നെ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്ത് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാരണം ഒത്തിരി ചൂടോടുകൂടി തന്നെ അതിൽ ആ ഒരു ട്രേയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം വന്ന് അത് സൈഡൊക്കെ ഒട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. പിന്നെ ആ സൈഡിൽ കുറച്ചിങ്ങനെ പുറത്തേക്കായിട്ട് നിന്നിരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, അത് നല്ല സ്പഞ്ചി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രെഡ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡിയായി. ഇനി അതൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പഞ്ചിയാണ്. പിന്നെ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പഞ്ചി ആയിട്ടുള്ള ബ്രെഡാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഴയ്ക്കൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നതിനായിട്ട്. അതുപോലെ ഓവനും വേണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.